ഹലോ എല്ലാവർക്കും ന്യൂ ക്ലിക്ക് മീഡിയയുടെ ഇൻഫോർമേറ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഒന്ന്, 1200 രൂപ ധനസഹായം. ഓരോ കുടുംബത്തിനാണ് 1200 രൂപ ധനസഹായം ലഭിക്കുക. അതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്, APL BPL വ്യത്യാസമില്ലാതെ റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അതിനുശേഷം നമ്മൾ പറയുന്നത് 40 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലൈക്ക് ആവശ്യപ്പെടുന്നത്. ആദ്യം നമ്മൾ പറയുന്നത് 1200 രൂപ ധനസഹായവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് അതുപോലെ തന്നെ അനുബന്ധ കുടുംബങ്ങൾക്കുമാണ് ഈ ഒരു 1200 രൂപ ധനസഹായം ലഭിക്കുക. അതായത് ഓരോ കുടുംബത്തിനുമായിരിക്കും 1200 രൂപ ധനസഹായം ലഭിക്കുക. കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ കേരളത്തിൽ ടൗട്ടെ ചുഴലിക്കാറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കാത്തൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ മത്സ്യബന്ധനം ഏകദേശം ഒരാഴ്ചത്തോളം നിരോധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് വരുമാന മാർഗ്ഗമൊക്കെ നിലച്ചിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ പല ആളുകൾക്കും അവരുടെ വീട് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 1,24,970 മത്സ്യത്തൊഴിലാളികൾക്കും 28,070 അനുബന്ധ കുടുംബങ്ങൾക്കുമാണ് ഈ ഒരു 1200 രൂപ ധനസഹായം ഇപ്പോൾ ലഭിക്കുക. ഇതിൻ്റെ വിതരണം ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളതാണ് മന്ത്രി ആന്റണി രാജു അറിയിച്ചിട്ടുള്ളത്. അടുത്തത്, കേരളത്തിലെ റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ മുന്നേ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതിൽ കൂടെ ആ ഒരു ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ജൂൺ 5-ാം തീയതി വരെയായിരുന്നു മെയ് മാസത്തെ റേഷനും അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തെ റേഷൻ കിറ്റും അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് 5-ാം തീയതി വരെ അതിൻ്റെ ദിവസം നീട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പല സ്ഥലങ്ങളിലും സ്റ്റോക്ക് എത്താത്ത, അല്ലെങ്കിൽ റേഷൻ വാങ്ങിക്കുന്ന ആ ഒരു പോസ്റ്റ് മെഷീനുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെർവർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ കൂടെ, അതായത് ജൂൺ 7, 8 ദിവസങ്ങളിൽ കൂടെ നിങ്ങൾക്കിനി ഈ ഒരു റേഷൻ, അതായത് മെയ് മാസത്തെ റേഷൻ വാങ്ങാത്തവർക്കും ഏപ്രിൽ മാസത്തെ കിറ്റ് ലഭിക്കാത്തവർക്കും അത് വാങ്ങാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം. പല ആളുകൾക്കും ഈ ഒരു ഇൻഫർമേഷൻ ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ 40 വയസ്സിനുള്ള ആളുകൾക്ക്, 40 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, ഈ ഒരു കോവിഡ് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 45 വയസ്സിന് മുകളിലുള്ള കിടപ്പിലായിട്ടുള്ള രോഗികൾക്ക് വീട്ടിൽ വന്നിട്ട് വാക്സിൻ എടുക്കുമെന്നും, അതുപോലെ തന്നെ ജൂലൈ 15-നകം കേരളത്തിലെ 40 വയസ്സിന് മുകളിലുള്ള ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ആദ്യ ഡോസ് വിതരണം ചെയ്യുമെന്നുള്ളതും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻഫർമേഷൻസൊക്കെ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക.